നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ഇൻട്രോ ഒക്കെ തരുന്നത് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടല്ലേ. അപ്പോൾ അതിന് കാരണം നിങ്ങൾ കണ്ട ആ തംബ്നെയിൽ തന്നെയാണ്. അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ഫാഷൻ ഡിസൈനിങ് മേഖലയാണ്. അതിൽ പഠിക്കേണ്ട കാര്യങ്ങൾ, ജോലി സാധ്യത, പേരൻസ് ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നതിനോട് എതിർപ്പ് കാണിക്കുന്നതിന് കാരണം എന്താണ്, നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്നതും വീട്ടിലിരുന്ന് പഠിക്കുന്നതും തമ്മിലുള്ളൊരു കമ്പാരിസൺ എന്നീ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അതുപോലെ നമ്മുടെ അടുത്ത വീഡിയോ മുതൽ ഈ കോഴ്സിൽ പഠിപ്പിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് തിയറിയും പ്രാക്ടിക്കലുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ മേഖലയിലോട്ട് കടന്നു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വീട്ടമ്മമാരും കുട്ടികളും ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കൊണ്ട് കണ്ടു നോക്കുക. ഇനി വിഷയത്തിലേക്ക് പോകാം. ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഫസ്റ്റായിട്ട് നോക്കേണ്ടത് നമ്മൾ നല്ലൊരു യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കണം. BSc ഫാഷൻ ഡിസൈനിങ് ഉണ്ട്, ഡിപ്ലോമ ഫാഷൻ ഡിസൈനിങ് ഉണ്ട്. BSc ഫാഷൻ ഡിസൈനിങ് അല്ലെങ്കിൽ ഫാഷൻ ടെക്നോളജി, BSc ഇൻ അപ്പാരൽ ഡിസൈനിങ് എന്നിങ്ങനെയൊക്കെ ഇതിനെ പറയും. ഇത് ഡിഗ്രി കോഴ്സാണ്, അതായത് 3 വർഷത്തെ കോഴ്സ്. ഇനി ഡിപ്ലോമ കോഴ്സ് ഉണ്ട്, 6 മാസത്തെ കോഴ്സും 1 വർഷത്തെ കോഴ്സും ഒക്കെയാണ് ഡിപ്ലോമ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം പലർക്കും ഒരു ക്വസ്റ്റ്യൻ കാണുമല്ലേ, ഇതിൽ ഏതാണ് പഠിക്കുന്നത് നല്ലതെന്ന്. അപ്പം ഡിഗ്രി കോഴ്സ് പഠിക്കുമ്പോൾ അത് 3 വർഷത്തെ കോഴ്സാണെന്ന് പറഞ്ഞു, അതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഡിപ്ലോമ എന്ന് പറയുന്നത് 6 മാസത്തെയോ 1 വർഷത്തെയോ കോഴ്സാണെന്ന് പറഞ്ഞു. അപ്പം ഡിപ്ലോമ ആണ് നിങ്ങൾ എടുക്കാൻ തിരഞ്ഞെടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് എല്ലാ കണ്ടൻറ്റും വരുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ എല്ലാ കണ്ടൻറ്റും വരുന്ന ഡിപ്ലോമ കോഴ്സ് തിരഞ്ഞെടുത്ത് പഠിച്ചാൽ നമുക്ക് ഡിഗ്രി പഠിക്കുന്നത് പോണക്ക് തന്നെയാണ്. ആ 3 വർഷം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വരുന്നില്ലെന്ന് പറഞ്ഞാലും അതിൻ്റെ ഏകദേശം അടുത്ത് തന്നെ ഡിപ്ലോമ കോഴ്സും വരുന്നുണ്ട്. അപ്പം ഡിപ്ലോമ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ പാറ്റേൺ മേക്കിങ്, ഇലുസ്ട്രേഷൻ, മെർച്ചൻഡൈസിങ്, ഗാർമെൻറ്റ് കൺസ്ട്രക്ഷൻ, സർഫസ് ഓർണമെൻറ്റേഷൻ, ടെക്സ്റ്റൈൽ സയൻസ്, ഡ്രേപ്പിങ്, ഈ കണ്ടന്റ് എല്ലാം വരുന്നുണ്ടോ എന്ന് നോക്കുക. ഈ കണ്ടന്റുകളെല്ലാം വരുന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഡിപ്ലോമ കോഴ്സും തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഡിഗ്രി കോഴ്സും തിരഞ്ഞെടുക്കുമ്പോഴത്തേനും ഒന്ന് ശ്രദ്ധിച്ചേക്കുക, ഈ കണ്ടന്റ് എല്ലാം വരുന്നുണ്ടോ എന്ന്. ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം ബേസായിട്ട് എടുത്തിട്ട് അതിൻ്റെ മാത്രം ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനമായിരിക്കും നടത്തുന്നത്. അപ്പോൾ ഈ കണ്ടന്റുകളെല്ലാം വരുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇനി ഫാഷൻ ഡിസൈനിങ് പഠിച്ചിറങ്ങുന്ന കുട്ടികളെ കാത്ത് ഒരുപാട് തൊഴിലവസരങ്ങളാണ് ഇരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ഈ കോഴ്സ് പഠിച്ചിറങ്ങുമ്പോൾ മെയിനായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരേ ഒരു ജോബാണ് ഫാഷൻ ഡിസൈനർ എന്ന് പറയുന്നത്. ഫാഷൻ ഡിസൈനർ എന്നതുപോലെ തന്നെ ഇതിനകത്ത് പാറ്റേൺ മേക്കർ ആകാം നമുക്ക്, ഇല്ലെങ്കിൽ മോഡലിംഗ് ഫീൽഡ് തിരഞ്ഞെടുക്കാം. ഇതുമല്ലെങ്കിൽ കോസ്റ്റ്യൂം ഡിസൈനർ ആകാം, മെർച്ചൻഡൈസർ ആകാം. ഇതൊന്നും കൂടാതെ പിന്നെ നമ്മൾ ഒരു കോസ്റ്റ്യൂം ഇൻഡസ്ട്രിയിലോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ക്വാളിറ്റി കൺട്രോളർ മുതൽ ജോലി സാധ്യത ഏറെയാണ്. ഇനി ഇങ്ങനെ ഒന്നും ജോലി ചെയ്യാൻ നമുക്ക് താല്പര്യമില്ലെന്നുണ്ടെങ്കിലും ഒന്നില്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ ബിസിനസ് തുടങ്ങാം, അല്ലെങ്കിൽ നമുക്ക് ബൊട്ടിക്ക് പോലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാം. അപ്പോൾ ഈ കോഴ്സ് പഠിച്ചിറങ്ങുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. ഞാൻ ഈ പറഞ്ഞത് കൂടാതെ കൊണ്ട് ഇനിയും ഒരുപാട് ജോലികൾ ഇതിനകത്ത് തന്നെ വേറെയുമുണ്ട്. ഇനി നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്നതും വീട്ടിലിരുന്ന് പഠിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്ന് നോക്കിയാലോ. ഒട്ടനവധി വ്യത്യാസങ്ങൾ എല്ലാവർക്കും അറിയാം, പക്ഷെങ്കിൽ നമ്മൾ ഏതായാലും ഈ വീഡിയോയിൽ അതും കൂടി ഒന്ന് പറഞ്ഞു പോകാം, എല്ലാം ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി. അപ്പം നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ കോഴ്സ് കഴിയുമ്പോഴത്തേനും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലേ. പക്ഷേ വീട്ടിലിരുന്ന് പഠിക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെയാണ് ഈ കോഴ്സ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടില്ല. അപ്പോൾ അതിനകത്ത് വേറൊരു കാര്യമുണ്ട്, നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാണ് ഈ കോഴ്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കവിടെ എക്സ്പെൻസ് വരുന്നുണ്ട്. പക്ഷേ വീട്ടിലിരുന്ന് പഠിക്കുകയാണെങ്കിൽ തീരെ എക്സ്പെൻസ് ഇല്ലയെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കുമ്പോഴും പ്രാക്ടിക്കലായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള മെറ്റീരിയൽസ് നമ്മൾ വാങ്ങേണ്ടി വരും. അപ്പോൾ ആ മെറ്റീരിയൽസിന് നമ്മൾ ക്യാഷ് കൊടുത്തെല്ലാം വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകും, അല്ലാതെ ഒട്ടും ചിലവാകില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ചുമ്മാ വീഡിയോ കണ്ടു പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, അതിനനുസരിച്ച് നമ്മൾ അതിനകത്ത് പ്രാക്ടീസും കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് 500-1000 രൂപയൊക്കെ ചിലവായിരിക്കും. ആ ലക്ഷങ്ങൾ ചിലവാകുന്നിടത്ത് നമ്മുടെ കയ്യിൽ നിന്ന് 500-1000 രൂപയെ പോകത്തുള്ളൂ. അങ്ങനെ ഒരു ബെനിഫിറ്റ് നമുക്ക് അപ്പോൾ ഇവിടെ ഉണ്ട്. പിന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുകയാണെങ്കിൽ അവിടെ പ്രോജക്റ്റ് വർക്കുകൾ കാണും, പിന്നെയാണെങ്കിൽ ഫാഷൻ ഷോകൾ കാണും,
ഇതും അല്ലെങ്കിൽ റെക്കോർഡ് വർക്കുകൾ കാണും. ഇങ്ങനെ കുറേ വർക്കുകൾ നമ്മൾ ചെയ്യേണ്ടി വരും. പ്രോജക്റ്റ് വർക്കുകൾ എന്ന് പറയുമ്പോഴത്തേനും അത് പലതരത്തിലുള്ളതുകൊണ്ട് നമ്മൾ ഇൻഡസ്ട്രിയിൽ പോയി അവിടെ നിന്ന് അവിടുത്തെ കാര്യങ്ങൾ വെച്ച് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുന്നതുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ കോസ്റ്റ്യൂം ചെയ്ത് അങ്ങനെ പ്രോജക്റ്റുകൾ ചെയ്യേണ്ടി വരും. ഇങ്ങനെ പലതരത്തിലുള്ള പ്രോജക്റ്റുകളുണ്ട്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ഫാഷൻ ഷോ എന്ന് പറയുന്നതും. പിന്നെ റെക്കോർഡ് വർക്ക് നമ്മൾ പഠിച്ചു പോകുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയാണെങ്കിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ വീട്ടിലിരുന്ന് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്നാണോ പഠിക്കുന്നത് അവിടെ കാണുന്നതെല്ലാം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. എങ്കിൽ മാത്രമേ നമുക്കിത് നല്ല രീതിക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ജോലി സാധ്യത അവിടെ ഏറെ വരുന്നുണ്ട്. അതായത് നമ്മളൊരു എവിടെയെങ്കിലും ജോലിക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു ഡിസൈനറായിട്ടൊക്കെ സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഡിസൈനറായിട്ടൊക്കെ കയറാൻ വേണ്ടി വേഗം സാധിക്കും. പക്ഷേ വീട്ടിലിരുന്ന് പഠിക്കുന്നവർക്ക് അപ്പം ചോദിക്കും, ജോലി സാധ്യത ഇല്ലേ, ജോലിക്ക് പോകാൻ പറ്റില്ലേ എന്നൊരു ചോദ്യം അവിടെ വരും. അപ്പോൾ ഉറപ്പായിട്ടും പറ്റും. ഈ കോഴ്സ് പഠിക്കണമെന്ന് നമുക്ക് നല്ല രീതിക്കുള്ള പാഷൻ ഉണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ മുമ്പിലാണെങ്കിൽ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ടല്ലേ. അപ്പോൾ അതുവഴിയൊക്കെ നമുക്ക് മുന്നേറാൻ വേണ്ടി സാധിക്കും. അവിടെയാണെങ്കിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മളൊരു സർട്ടിഫിക്കറ്റുമായിട്ടാണ് ചെല്ലുന്നതെങ്കിൽ തന്നെ അവർ നമ്മളെ കൊണ്ട് ഇപ്പോൾ ഒരു ഡിസൈനറായിട്ട് കയറണമെങ്കിൽ നമ്മളെ കൊണ്ട് അവിടെ ഇലിസ്ട്രേഷനൊക്കെ ചെയ്യിപ്പിച്ച് നോക്കും. അത് നമ്മൾ ചെയ്ത് അതിനകത്ത് നമുക്ക് കഴിവുണ്ടെന്ന് കണ്ടാൽ മാത്രമേ അവർ നമ്മളെ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. അപ്പോൾ വീട്ടിൽ ഇരുന്നാണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിലും നമ്മൾ ഇതിനകത്തൂടെ പ്രാക്ടീസും എക്സ്പീരിയൻസും ഒക്കെ നേടുക. അങ്ങനെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ജോലിയാണെങ്കിലും കൈ എത്തിപ്പിടിക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ പിന്നെ ഈ കോവിഡിൻ്റെ ഇഷ്യൂസൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും പല അവസരങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ. ഇനി നമ്മൾ പറയുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത്, ചില കുട്ടികളൊക്കെ ഈ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പഠിക്കണമെന്ന് പറയുമ്പം പേരൻസ് ഇതിനോടൊരു എതിർപ്പ് കാണിക്കുന്നുണ്ടല്ലേ. അവർ ഇത് നമ്മൾ ഈ കോഴ്സ് പഠിക്കണമെന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റിലേ പറയും നീ പഠിക്കണ്ട, വേണ്ട എന്നുള്ളത്. അപ്പോൾ മിക്കവാറും പേരൻസ് എല്ലാം ഒരു 3 റീസണാണ് ഇതിന് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് തന്നെയായിരിക്കും. അപ്പോൾ അതിന് നമുക്കാണെങ്കിൽ ഇപ്പോൾ ഒന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല. അവർ പറയുന്നത് ശരിയാണ്, നമ്മൾക്ക് ഈ കോഴ്സ് ഒന്ന് പഠിച്ചിറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാശ് ചിലവ് വരും. അപ്പോൾ അതിന് നമുക്കിപ്പോൾ ഒന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല. അവരെ കൺവിൻസ് ചെയ്യിപ്പിച്ചെടുക്കാനും നമുക്ക് പറ്റത്തില്ല. കാരണം നമ്മൾക്കറിയാമല്ലോ ഇതിനുള്ള പൈസ ചിലവും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴത്തേനും നമ്മുടെ അവസ്ഥകൾ നമുക്ക് അറിയാം. അപ്പോൾ അതനുസരിച്ച് എല്ലാ കുട്ടികളും നോക്കുക. ഇപ്പം ഇനി അങ്ങനെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വെച്ചാണ് നിങ്ങളോട് ഇത് പഠിക്കണ്ടെന്ന് പറയുന്നതെന്നുണ്ടെങ്കിൽ കുട്ടികൾ വിഷമിക്കാതിരിക്കുക. നമ്മുടെ ഇങ്ങനെയുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ ഒരുപാട് നടക്കുന്നുണ്ടല്ലോ. അപ്പം നിങ്ങളുടെ ആ പാഷൻ കൈവിടാതെ കൊണ്ട് ഇങ്ങനെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി നോക്കുക. അപ്പം നമുക്ക് എന്നിട്ട് അതിലൂടെ വർക്ക് ചെയ്യുകയും ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്തേച്ചാൽ മതി. അപ്പം നമുക്ക് ഈ ഒരു കാര്യത്തിൽ പേരൻസിനെ ഒരു കാര്യവും പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റത്തില്ല. നമ്മുടെ വീട്ടിലെ സിറ്റുവേഷൻസ് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ അതിനകത്ത് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് എല്ലാവരും റീസൺ പറയുന്നതെന്ന് വെച്ചാൽ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോകുന്നത് അവിടെ തയ്യൽ മാത്രമാണ് പഠിപ്പിക്കുന്നത് അങ്ങനെ പറയുന്ന ചിലവരും ഉണ്ട്. ഞാൻ പലരെയും അങ്ങനെ കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുമുണ്ട്. അപ്പോൾ ഒരിക്കലും ആണെങ്കിൽ ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത് സ്റ്റിച്ചിങ് മാത്രമല്ല പഠിപ്പിക്കുന്നത്. സ്റ്റിച്ചിങ് പഠിപ്പിക്കുന്നില്ല എന്ന് പറയുന്നില്ല, പക്ഷേ സ്റ്റിച്ചിങ് മാത്രമല്ല അവിടെ പഠിപ്പിക്കുന്നത്. അതിനു മുമ്പേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടാണ് ഈ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. ഈ കോഴ്സിലെ ചെറിയൊരു പാർട്ട് മാത്രമാണ് സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. പക്ഷേ ഈ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പാർട്ടും കൂടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നമ്മളിപ്പം ഒരു ഇലിസ്ട്രേഷൻ നമ്മൾ ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തെ വർക്കുകളും കാര്യങ്ങളും എല്ലാം ചെയ്തു. ഇപ്പോൾ എംബ്രോയ്ഡറി വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുന്നു. പിന്നെ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനകത്ത് എന്തൊക്കെ വർക്ക് വരുന്നുണ്ടോ അതൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ പാറ്റേൺ വരെ കട്ട് ചെയ്ത് വെച്ചു. പാറ്റേൺ വരെ കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്യാതെ കൊണ്ടിരുന്നാൽ അതൊരിക്കലും ഒരു കോസ്റ്റ്യൂമായിട്ട് മാറത്തുമില്ല. അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് വെളിയിൽ വരത്തുമില്ല. അപ്പോൾ നമ്മൾ ഈ കോഴ്സിനകത്ത് പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. അല്ലാതെ സ്റ്റിച്ചിങ് മാത്രം പഠിച്ചത് കൊണ്ട് നമുക്കൊരു ഫാഷൻ ഡിസൈനറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചെന്ന് പറഞ്ഞാലും സ്റ്റിച്ചിങ് നമ്മൾക്ക് ചെയ്തില്ലെന്ന് പറഞ്ഞാലും അതിൻ്റേതായിട്ടുള്ള കുഴപ്പങ്ങൾ അവിടെ ഉണ്ട്.
അപ്പോൾ അങ്ങനെ പറയുന്ന പേരൻസ് ഉണ്ടെങ്കിൽ ആ കുട്ടികൾ പേരൻസിനെ പറഞ്ഞൊന്ന് കൺവിൻസിങ് ചെയ്യിപ്പിക്കുക. നമ്മൾ മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് പഠിക്കുന്ന കണ്ടന്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജോലി സാധ്യതകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുത്ത് നോക്കുക. അപ്പോൾ ഒരു പക്ഷേങ്കിൽ അവർക്ക് മനസ്സിലാകുമ്പോഴത്തേനും നിങ്ങൾ ഈ കോഴ്സിന് വിടാൻ വേണ്ടി അവർ അനുവദിക്കും. ഇനി മൂന്നാമതായിട്ട് ഒട്ടുമിക്കവരും ആണെങ്കിൽ പറയുന്ന ഒരു കാര്യമാണ്, ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന കുട്ടികളെല്ലാവരും മോഡലിംഗ് രംഗത്തോട്ട് പോകുന്നുണ്ട്. അപ്പം മിക്ക പേരൻസിനും ആണെങ്കിൽ ഈ മോഡലിങ്ങിനോട് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെയും പേരൻസ് ആണെങ്കിൽ വിടാതിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ മുമ്പേ കുറേ ജോലി സാധ്യതകൾ ഇതിനകത്ത് കണ്ടായിരുന്നു. അപ്പോൾ മോഡലിംഗ് മാത്രമല്ല, ഇതിനകത്ത് വേറെ ഒട്ടനവധി ജോലി സാധ്യതകളുണ്ട്. അപ്പം അത് വെച്ച് മാത്രം വിടാതിരിക്കണമെന്നില്ല. മോഡലിംഗ് വേണ്ട, അത് നമ്മൾ തിരഞ്ഞെടുക്കാതിരുന്നേച്ചാൽ മതി. ബാക്കി കാര്യങ്ങൾ നമുക്ക് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാം. അപ്പം ബാക്കി ഈ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒഴിച്ച് ബാക്കി 2 കാര്യങ്ങൾക്കും പേരൻസ് എതിര് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പറഞ്ഞൊന്ന് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നോക്കുക. എന്നിട്ട് നിങ്ങൾ പാഷൻ ഉണ്ടെങ്കിൽ അത് പഠിക്കുക. നമ്മൾ എപ്പോഴും ആണെങ്കിൽ നമ്മുടെ പാഷനിലോട്ട് വരാൻ വേണ്ടി ആയിരിക്കണം നോക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഒരിക്കലും ആണെങ്കിൽ ഈ സബ്ജക്റ്റ് എന്നല്ല, ഏതൊരു കാര്യം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴും അതിനകത്ത് പാഷൻ ഉണ്ടെങ്കിലേ നമ്മൾ അങ്ങോട്ടേക്ക് പോകാവുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മൾക്ക് അതിനകത്ത് സക്സസ് കിട്ടുകയുള്ളൂ. ഇനി കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് ഉള്ളതും എന്നെ കുറച്ച് പേര് ചോദിക്കുന്നതുമായിട്ടുള്ള ഒരു ചോദ്യമാണ്, ഫാഷൻ ഡിസൈനിങ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഡ്രോയിങ് അറിഞ്ഞിരിക്കണോ എന്നുള്ളത്. അപ്പോൾ അവിടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇനി ഡ്രോയിങ് അറിയില്ല എന്ന് വെച്ചുകൊണ്ട് ഈ കോഴ്സ് തിരഞ്ഞെടുക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ മുമ്പേ പറഞ്ഞത് കൂട്ട് തന്നെ പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യവും പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ ഒട്ടുമിക്ക കാര്യങ്ങളും പറഞ്ഞു പോയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. അപ്പം ഞാനതിന് റിപ്ലൈ തരാം. നമുക്ക് ഇങ്ങനെ കുറേ റെക്കോർഡ് വർക്കുകളാണ് ഉള്ളത്. ഇതൊക്കെ നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇല്ലാതെ പഠിക്കുമ്പോൾ നമ്മൾക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ചെയ്യുക, അല്ലാത്തത് നമ്മൾ മനസ്സിലാക്കി വെക്കുക, അത്രയും ചെയ്ത് വെച്ചാൽ മതി. അപ്പം ഞാൻ പിന്നീടുള്ള വീഡിയോസിലൊക്കെ ഈ റെക്കോർഡും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് കൂടുതലും ഒന്നും കൂടി മനസ്സിലാകും. അപ്പം നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻ്റായിട്ട് ഒന്ന് കൊടുത്തേക്കുക. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം, ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കണം. ഇനി നമ്മുടെ മുന്നോട്ടുള്ള വീഡിയോസ് എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എങ്കിൽ മാത്രമേ കാണാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.